ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണല്ലോ, മഹാദേവന്റെ പിറന്നാൾ ദിവസം. അപ്പം മഹാദേവന്റെ പിറന്നാളായിട്ട് രാവിലെ മഹാദേവനെ ഒന്ന് കാണാൻ പോകണല്ലോ. അപ്പം ഞാൻ തൃത്താല ശിവക്ഷേത്രത്തിലേക്കൊക്കെ പോയി അവിടുന്ന് ഭഗവാനെയൊക്കെ കണ്ടു തൊഴുത് തിരിച്ചു വരുമ്പോഴേ ഞാൻ കുറച്ച് പുഴുക്കിനുള്ള സാധനങ്ങളുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ തിരുവാതിര എന്ന് പറയുമ്പോൾ തന്നെ പുഴുക്ക്, കൂവവിറകി ഇതൊക്കെയാണല്ലോ ഓർമ്മയിലേക്ക് ഉണ്ടാവുക. പിന്നെ കോമൺ ആയിട്ട് എല്ലായിടത്തിലും കണ്ടുവരുന്നതാണ് ഈ പഴം പുഴുങ്ങിയതും പപ്പടവും. അതിന് നമ്മളൊരു കുറവ് വരുത്തിയിട്ടില്ല. ഇന്ന് അതേ ആചാരം തന്നെയാണ് ഞങ്ങളിന്ന് പിന്തുടർന്നിട്ടുള്ളത്. അപ്പം അമ്പലത്തിൽ നിന്ന് വന്ന വഴിക്ക് തന്നെ നേന്ത്രപ്പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം ഒന്ന് കാച്ചിയെടുത്തു. അപ്പം ഞാൻ ഇന്ന് അമ്പലത്തേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് രാവിലെ ഭക്ഷണം ഉണ്ടായിരുന്നു. രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാറ്റഗറി ആയിട്ടായിരുന്നു. നോമ്പ് എടുക്കണ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു, നോമ്പ് എടുക്കാത്ത ആൾക്കാർക്ക് ഇഡ്ഡലി ഉണ്ടായിരുന്നു. എടുക്കണ ആൾക്കാർക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവും കൂവവിറകി ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിന്ന് രാവിലെ തന്നെ അവിടുന്ന് നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വീട്ടിലേക്ക് വന്നത്. പിന്നെ നമ്മുടെ വീട്ടിൽ കൂവ വിരകണ ആളെ അമ്മയാണ്. ഞാൻ അതിലേക്ക് ഇതേവരെ കൈ കടത്താൻ പോയിട്ടില്ല. അമ്മ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ഇതേപോലെ ആവശ്യപ്പെടുമ്പോൾ ഞാനത് ചെയ്തു കൊടുക്കും. നാളികേരം ചെറിയ ചെറിയ പീസസ് ആക്കി അരിഞ്ഞു കൊടുക്കുക, നേന്ത്രപ്പഴം ചെറിയ ചെറിയ ഇതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ചെയ്തു കൊടുക്കുക എന്നല്ലാതെ ഞാൻ വിരകാറുണ്ട്. പക്ഷേ എന്തിനാ വെറുതെ സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ വിരകിയിട്ട് വെറുതെ എന്തിനാ ചീത്തയൊക്കെ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനത് വിരകം നിൽക്കാറില്ല കേട്ടോ. അപ്പോൾ തിരുവാതിര ദിവസം നമ്മൾ ഭർത്താവിന് വേണ്ടിയും തലേ ദിവസം മകയിരം മക്കൾക്ക് വേണ്ടിയിട്ടാണ് നോമ്പെടുക്കുക എന്നുള്ളതാണ് പറയുക. അപ്പോൾ അതാ ഞങ്ങളുടെ പഴം പുഴുങ്ങിയതും കൂവ വരകിയതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയാണ്. ഇതേപോലെ ചില വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒത്തൊരുമിച്ചിരുന്നിട്ട് കഴിക്കാറുള്ളൂ. കാരണം ഓരോരുത്തരും ഓരോരോ സമയമാകുമ്പോഴാണ് വന്ന് കഴിക്കാറ്. ഇന്ന് പിന്നെ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുകയാണ്. പൊതുവേ വീട്ടിൽ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു എതിരഭിപ്രായം ഉണ്ടാവുന്നതാണ്. ഈ ഒരു ദിവസം, ഇന്നത്തെ ഒരു ദിവസത്തിന് മാത്രം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളതാണെന്നുള്ളതാണ് ഒരു കാര്യം.